ഹലോ മുത്തോണികളെ, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഭയങ്കരമായ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് എൻ്റെ പ്രതീക്ഷകളെയൊക്കെയും തന്നെ തകിടം മറിച്ചുകൊണ്ട് പിന്നെ എന്താണ് പഠന വൈകല്യമുള്ള എൻ്റെ മോൻ SSLC പാസ്സായിരിക്കുന്നു. എ ഒരെണ്ണത്തിനേ ഉള്ളൂ, ബാക്കി 3 എണ്ണത്തിന് C ആണ്. പിന്നെ ബിയും C+ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം 10 മാറ്റ് വിജയം എന്ന് തന്നെ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഒരു 2 വിഷയത്തിന് ഇവന് ഭയങ്കര പാടായിട്ടുള്ള 2 വിഷയങ്ങളുണ്ടായിരുന്നു. എത്ര തന്നെ 2 വിഷയമല്ല 3 വിഷയമുണ്ട്. ഒന്ന് മാത്സ്, പിന്നെ ഹിന്ദി, അതുപോലെ തന്നെ ബയോളജി. എത്ര പഠിച്ചാലും അവന് മണ്ടയിൽ കയറുന്നുമില്ല. എത്ര ടെസ്റ്റ് പേപ്പർ ഇട്ടാലും അതിന് മാർക്ക് കിട്ടുന്നില്ല. അവനും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ എക്സാമിൻ്റെ ഒക്കെ ഒരു അടുത്തെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ആകെ ടയേർഡായി. ട്യൂഷൻ പോലും ഇല്ലാതെ, എനിക്കത് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ മോൻ ഒരു ട്യൂഷൻ്റെ സഹായം പോലും ഇല്ലാതെ ഓൺലൈനിൽ കൂടി പിന്നെ എക്സാം വിന്നറും സൈലം എന്ന് പറയുന്ന ആ 2 ചാനലുകൾ കണ്ട് അതിൽ നിന്ന് മാത്രം പഠിച്ച്, നമുക്കറിയാം നമ്മൾ ഓൺലൈൻ വഴി എങ്ങനെ പഠിച്ചാലും നമ്മൾ കൂടി മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷേ എൻ്റെ കഷ്ടപ്പാട് കാണുന്നത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിഞ്ഞു. പക്ഷെ ഞാൻ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തോറ്റാലും നമുക്ക് നോക്കാം മോനെ, 10-15 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 15 വയസ്സ് കഴിഞ്ഞ് വലിയ അങ്ങ് കെട്ടിക്കാനായ ഒരു പ്രായമൊന്നും അല്ലല്ലോ. അതുമല്ല, നിന്നെ എനിക്കിപ്പോൾ വലിയ ജോലിക്ക് കൊണ്ടുവന്നാക്കി എനിക്ക് വലിയ വരുമാനമൊന്നും കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രായവും ആയിട്ടില്ല. വെറും 15 വയസ്സല്ലേ നിനക്ക് ആയിട്ടുള്ളൂ. അപ്പം നിന്നെ ഞാൻ പഠിപ്പിക്കും, ഞാൻ ട്യൂഷന് വിട്ടിട്ട് പഠിപ്പിക്കാം എന്നുള്ളതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സത്യത്തിൽ ഇന്ന് രാവിലെ ഞാനിതിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഒരു ട്യൂഷന് കൊണ്ടുവന്നാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1500 രൂപ ട്യൂഷൻ ആവണം. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതൊക്കെ ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര ഡള്ളായിട്ടാണ് കാര്യം പറയുന്നത് കേട്ടോ. അതായത് എൻ്റെ മോനും എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഡള്ളായിട്ട് അമ്മച്ചിയും ജയിച്ച് എയും A+ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, പോടാ കള്ള പറയാതെ, നീ ജയിച്ചാടാ, സത്യം പറയടാ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ജയിച്ച്. ഞാൻ പറഞ്ഞു, ജയിച്ചെങ്കിൽ ഓക്കെ, 10 മാറ്റ് വിജയമാണ്. ഞാൻ എടുത്ത് നോക്കിയപ്പം കുഴപ്പമില്ല. കാരണം അവനെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി അവൻ ശ്രമിച്ചിട്ടുണ്ട്. ചില ഇങ്ങനെ പണ്ട് എൻ്റെ അമ്മമ്മയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്താലും ചില അനുഗ്രഹങ്ങൾ, മനസ്സിൽ നിന്നുള്ള ചില ദുആകളുണ്ടല്ലോ, അതിങ്ങനെ മറ്റുള്ളവർ പറയുന്നത് പോലെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ എന്ന് പറയുന്നത് പോലെയല്ല. ചില ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചില ദുആകളുണ്ട്. ആ ഒരുപാട് ദുആകൾ എൻ്റെ മോൻ്റെ പിന്നാലെയും ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് അവൻ. ഞാനിതിപ്പോൾ ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും എൻ്റെ മനസ്സ് അത്രയേറെ നിറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറയുന്നത്. അത്രയേറെ ഗുരുത്വമുള്ള എന്നൊക്കെ പറയില്ലേ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതായ ഒരു സമയത്താണല്ലോ ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പം അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എന്നെ എത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതെനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. വെറും 10-13 വയസ്സുള്ള ആ ഒരു കുട്ടി, അവൻ്റെ ഉപ്പാൻ്റെ അഭാവത്തിൽ അവൻ എന്നെ കെയർ ചെയ്ത ഒരു രീതിയുണ്ട്. അവൻ സ്കൂളിൽ പോകാൻ അവന് ഭയങ്കര മടിയാണ്. കാരണം ഞാൻ അത്രയും ശാരീരികമായ വേദനകൾ അനുഭവിക്കുകയാണ്. അപ്പം എൻ്റെ വേദന ഞാൻ ഇങ്ങനെ മുഖത്ത് കാണിക്കൂല, എൻ്റെ ഫേസിൽ അത് കൊണ്ടുവരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുമെങ്കിലും നമ്മളെ വേദന ചിലപ്പോൾ നമ്മളെ മുഖത്ത് വരുമല്ലോ. ഇതെൻ്റെ മോനിങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കും. എൻ്റെ മുഖം ഒന്ന് വാടിയാൽ, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, എൻ്റെ മുഖം ഒന്ന് വാടിയാൽ എൻ്റെ മോനത് പെട്ടെന്ന് മനസ്സിലാവും.
അവന് അവസാനം പരീക്ഷയുടെ ഒരു സമയത്താണ് ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങളടുത്ത് മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അത് മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ശരിക്കും ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഒറ്റപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ഞരമ്പിൻ്റെ രോഗമുള്ള ചില ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലാണോ അവരെ ചൂഷണം ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമല്ലോ. ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയ ഒരു സമയമുണ്ട്. ആ ഒരു സമയത്തും എന്നെ അത്രയേറെ കെയർ ചെയ്ത്, അവൻ്റെ പരീക്ഷയുടെ സമയമാണ്, അവിടെ നിന്നും ആ പരീക്ഷയുടെ സമയത്ത് പോലും ഇരുന്ന് പഠിക്കാതെ എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ വീട് മാറാൻ വേണ്ടിയിട്ട് അമ്മാതിരി ഒരു കൂലിപ്പണിക്കാരനെ പോലെ അവനിട്ടേക്കുന്ന ഡ്രസ്സ് പോലും അത്രയും അഴുക്കും ചെളിയും പെരണ്ട് എൻ്റെ കൂടെ ആ വീട് മാറാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ മക്കളും സഹായിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ഇത്രയും നല്ലൊരു മോനെ, ഇത്രയും നല്ല മക്കളെ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയും ഇങ്ങനെ അള്ളാഹിനോട് നന്ദി പറയും. എനിക്ക് അത്രയും നല്ല മക്കളെ കിട്ടി. അപ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹമുണ്ടല്ലോ, ചില അനുഗ്രഹങ്ങൾ നമ്മുടെ മക്കൾക്ക് ഫലിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മോൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പോലും, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, എനിക്ക് ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പോലും അവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും, ഉമ്മച്ചി അനങ്ങണ്ട, ഉമ്മച്ചി ഒന്നും ചെയ്യണ്ട, ഞാൻ വന്നിട്ട് ചെയ്തോളും, ഉമ്മച്ചി ഒന്നും ചെയ്യല്ലേ. എന്നിട്ട് പിന്നെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ മിക്കവാറും കടയിലായിരിക്കും, ചില സമയത്ത് വീട്ടിലായിരിക്കുകയാണെങ്കിൽ ഇവൻ ഭയങ്കര ആദ്യമാണ്, ഇവൻ നടന്നിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. പക്ഷെ ഇവൻ ഭയങ്കര സ്പീഡിൽ നടന്ന് വീട്ടിലെത്തിയിട്ട് ഉമ്മച്ചി ഇവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനൊരു വെപ്രാളമാണ്. എനിക്കെന്തെങ്കിലും പറ്റിയോ. അതേ കണക്ക് തന്നെ എൻ്റെ ലേബർ റൂമിൻ്റെ മുന്നിൽ എനിക്കിത് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ റൂമിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഞാൻ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ എന്നെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്നത് എൻ്റെ മോനാണ്. അപ്പോൾ അവൻ പുറത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാവിലെ 11 മണിക്ക് പോയ ഞാൻ പിന്നെ 3 മണിയായപ്പോഴാണ് എന്നെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ആ നേഴ്സുമാരും ഡോക്ടറും ഒക്കെ വന്നിട്ട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ മകൻ പുറത്ത് നിൽക്കുകയാണെന്ന് പറയുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു കാര്യമുണ്ടല്ലോ. ശരിക്കും ഞാൻ എത്രത്തോളം അഭിമാനമുള്ള ഒരു ഉമ്മയാണ്, ഞാൻ എൻ്റെ മകനെ എത്രത്തോളം നന്നായാണ് വളർത്തിയിരിക്കുന്നത് എന്ന് ആലോചിച്ച് ഞാൻ അത്രയും പ്രൗഡായ ഒരു നിമിഷമാണ്. എൻ്റെ ഭർത്താവിൻ്റെ അഭാവത്തിൽ ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരൻ അത്രയേറെ എൻ്റെ മനസ്സിലെ ദുആകൾ മുഴുവൻ എൻ്റെ മക്കളിലേക്ക് എത്തുന്ന ഒരു നിമിഷമായിരുന്നു ഞാൻ പ്രസവിക്കുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത്. അതിനുശേഷം എൻ്റെ കുഞ്ഞിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷവും എന്നെ ഒരു കുട്ടിയെപ്പോലെ പരിചരിച്ച ഒരു മകനുണ്ട് എനിക്ക്. ആ പൊന്നു മോനാണ് ഇന്ന് എൻ്റെ സഹായമില്ലാതെ, ഒരു ട്യൂഷൻ്റെ സഹായമില്ലാതെ, ട്യൂഷന് പോകണമെന്ന് അവൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അവൻ ട്യൂഷന് പോകണം, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്ക് ഇന്നത് വേണം എന്ന് എൻ്റെ മോൻ പറയാറേ ഇല്ല. എൻ്റെ മോള് പിന്നും പറയും, ഉമ്മ എനിക്ക് പിന്നെ ഡ്രോയിങ്ങിൻ്റെ സാധനം വാങ്ങിച്ചതാ, എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിച്ചതാ, എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പ് വാങ്ങിച്ചതാ, എനിക്ക് ഇങ്ങനത്തെ ഷൂ വാങ്ങിച്ചതാ, അവിടുത്തെ കുട്ടി അങ്ങനെ ചെയ്ത്, ഇപ്പോഴും എനിക്ക് പിന്നെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതായത് ഞാൻ +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ലാപ്ടോപ്പ് ആവശ്യമാണ്, അപ്പോൾ ഉമ്മച്ചി എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തരണം. പക്ഷെ എൻ്റെ മോനുണ്ടല്ലോ, ഇന്ന് വരെ ഒരാവശ്യം എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കിന്നത് വേണം, കീറിയ ചെരുപ്പിട്ടോണ്ട്, പൊട്ടിപ്പൊളഞ്ഞ ചെരുപ്പിട്ടോണ്ട് പോയാലും കീറിയ കുപ്പായം ഇട്ടാലും ഇന്നും അവന് പുറത്തു പോകാൻ 2 ഡ്രസ്സേ ഉള്ളൂ. പക്ഷെ അവൻ എൻ്റെ അടുത്ത് ചോദിക്കൂല. എൻ്റെ പെൺമക്കൾക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്, പക്ഷെ എൻ്റെ ആ മോന് 2 ഡ്രസ്സേ ഉള്ളൂ. പക്ഷെ അവൻ എൻ്റെ അടുത്ത് ചോദിക്കൂല. അതെൻ്റെ ബുദ്ധിമുട്ട് അവനറിയാവുന്നത് കൊണ്ടാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താണ് പറയുന്നതെന്നറിയാമോ, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ദുആകളുണ്ടല്ലോ, നമ്മളെ ഉള്ളിൽ നിന്ന്, അതായത് മാതാവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരനുഗ്രഹം
ഉണ്ടാവുക. ആ ഒരു അനുഗ്രഹം എൻ്റെ മോൻ്റെ കൂടെ എന്നല്ല, എൻ്റെ എല്ലാ മക്കളുടെയും കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷെ അവനെന്ന് പറയുന്നത്, അവനെ എനിക്ക് കിട്ടില്ല എന്ന് പടച്ച റബ്ബ് വിധി എഴുതിയ ഒരു മകനാണ്. അവൻ്റെ 2 കിഡ്നിയും ഫെയിലായിട്ട് അവൻ ജനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത്രയേറെ ഞങ്ങൾ കെയർ ചെയ്ത് ഞാൻ പ്രസവിച്ച് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം അവനെ ജീവനോടെ ഒരു വൈകല്യമില്ലാത്തൊരു കുട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ട ഒരു പാടുണ്ട്. അതൊക്കെ അവൻ തിരിച്ചു തന്നതുപോലത്തെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ. അവന് വലിയ മാർക്കില്ല, വലിയ ആഡംബരങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ ഈ ഒരു വിജയം എന്ന് പറയുന്നത് സത്യത്തിൽ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ അനുഗ്രഹം എൻ്റെ മകൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടോ, എൻ്റെ അമ്മയുടെ അനുഗ്രഹം എൻ്റെ മകൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനുഗ്രഹം അത്രയേറെ, എൻ്റെ ഹസ്ബൻഡ് എണീറ്റ് നടക്കാൻ വേണ്ടി പറ്റാതിരുന്ന ആ ഒരു സമയത്തും അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്ന സമയത്തും ഒക്കെ എൻ്റെ മോൻ പെട്ട ഒരു പാടുണ്ട്. എൻ്റെ മോൻ ആരോടും പറയാതെ ആ ബാത്റൂം പോലും, മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ ആദ്യം എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകുന്നത്. അവിടുത്തെ ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കണ്ടീഷനല്ല. ആകെ മലവും മൂത്രവും നിറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു ബാത്റൂമിൽ അവനത് ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷെ അപ്പോഴും അവൻ എന്നോട് പറയുന്നില്ല എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വല്ലാത്ത അസ്വസ്ഥത എൻ്റെ വയറ്റിനുണ്ട് എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ 5ാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹത്തിന് ICUയിൽ കൊണ്ടുവന്ന് ആക്കേണ്ടി വന്ന്. ICUവിൻ്റെ ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിവനെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ബാക്കിയുള്ള കുഞ്ഞു മക്കളെയൊക്കെ നോക്കിയത് എൻ്റെ മോനും മോളും കൂടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ കിംസിൽ എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ മോളെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ 5ാമത്തെ മോളെയും എൻ്റെ ആദ്യത്തെ മോളെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയപ്പോഴും എൻ്റെ മറ്റ് മക്കളെ നോക്കിയത് എൻ്റെ പൊന്നു മോനാണ്. സത്യത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യമായിരിക്കാം. കാരണം ഇങ്ങനെ ഒരു പഠന വൈകല്യം എൻ്റെ മോൻ ഉണ്ടായിരുന്നിട്ട് പോലും അവൻ ആ ഒരു ഘട്ടത്തിൽ അവൻ അത്രയും ആഞ്ഞ് പഠിച്ച് ഈ ഒരു വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും അവൻ ഭയങ്കര അനുഗ്രഹമുള്ള ഒരു മകൻ തന്നെയാണ്. ഈ ഒരു വിജയം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പത്തരമാറ്റ് വിജയമാണ്. ഞാനിങ്ങനെ എൻ്റെ മോൻ 2 ദിവസമായിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. അതാണ് വേറൊരു വിഷയം. എൻ്റെ മോൻ 2 ദിവസമായിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, മച്ചേ നാളെ റിസൾട്ട് വരും, ഇന്നത്തെ ദിവസമാവും, ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു വെള്ളം കുടിച്ചിട്ടില്ല, ഇങ്ങനെ ഈ നനഞ്ഞ കോഴീനെ കണക്കിന് അങ്ങോട്ട് കിടക്കണം ഇങ്ങോട്ട് കിടക്കണം. ഞാൻ എന്നിട്ട് പറഞ്ഞ്, അമ്മനെ തോറ്റാലും വിഷയമില്ലടാ, വിഷയമില്ല, നമുക്ക് പഠിക്കാം, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വിജയം എന്ന് പറയുന്നത് ചില മാതാപിതാക്കൾ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ കുഞ്ഞിന് എല്ലാം ഫുൾ A+ ഉണ്ടല്ലോ, എൻ്റെ മോൾക്ക് A+ ഉണ്ടല്ലോ, എൻ്റെ മോന് A+ ഉണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മാതാപിതാക്കളുടെ മനസ്സിൽ എന്താണോ അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് എല്ലാ വിഷയത്തിനും A+ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ ആഹ്ലാദിക്കുന്നില്ല. അതിനുമപ്പുറം അതിനേക്കാൾ ഉപരി ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലാത്തൊരു വിജയം എൻ്റെ മകൻ നേടിയെടുത്ത് ഭയങ്കരമായ, എനിക്ക് എന്താണെന്ന് അത്രയേറെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷങ്ങളാണല്ലോ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ കേക്ക് വാങ്ങുന്നുണ്ട്. എൻ്റെ മോൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ തോറ്റാലും ജയിച്ചാലും ഉമ്മച്ചി കേക്ക് വാങ്ങൂടാ. തോൽവി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മത്സര പരീക്ഷ, ഒരു മത്സരത്തിൽ നമ്മൾ പങ്കെടുത്താൽ എല്ലാവരും ജയിക്കണമെന്നില്ല, ആരെങ്കിലും തോക്കാനും വേണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ജയിച്ചതിന് വേണ്ടി, അവൻ തോറ്റാലും ഞാൻ കേക്ക് മുറിക്കുമായിരുന്നു. അവൻ തോറ്റാലും ഞാൻ ഹാപ്പി ഫെയിൽഡ് ഡേ എന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കാൻ എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം, എൻ്റെ അമ്മയുടെ അനുഗ്രഹം, എൻ്റെ ഭർത്താവിൻ്റെ അനുഗ്രഹം, നമ്മളൊന്നും ആരെയും അങ്ങനെ മനഃപൂർവ്വം വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ ദ്രോഹിക്കാനോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ മക്കൾ ഇനിയും ഉയരങ്ങളിൽ എൻ്റെ മക്കൾ എത്തും. കാരണം എനിക്ക് എത്താൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ എൻ്റെ ബാല്യകാലം തിരിച്ചു പിടിച്ചത് എൻ്റെ മക്കളെ കൂടിയാണ്. എൻ്റെ കൗമാരം ഞാൻ തിരിച്ചു പിടിച്ചത് എൻ്റെ മക്കളെ കൂടിയാണ്. എനിക്ക് എന്തൊക്കെ കിട്ടിയില്ലായോ, എനിക്ക് എന്തൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നോ അതൊക്കെ ഞാൻ എൻ്റെ മക്കളിലേക്ക്
എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നല്ല ചെരുപ്പിടാൻ മോഹിച്ചിട്ട് ഞാൻ തൂക്കാൻ പോകുന്ന വീട്ടിൽ ആ കുട്ടിയുടെ ചെരുപ്പ് വരെ മോഷ്ടിച്ച് ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഇന്ന് എൻ്റെ മക്കൾക്ക് ഒന്നിലേറെ ചെരുപ്പുകളും ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രങ്ങളും. നമ്മളില്ലാത്ത ആൾക്കാരാണ്, നമ്മൾ പാവപ്പെട്ടവരാണ്, പക്ഷെ നമുക്ക് ആവശ്യത്തിലും കൂടുതൽ ഞങ്ങൾക്ക് പടച്ചിറപ്പ് തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളെ സന്തോഷങ്ങളിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്കും വിജയിച്ച മറ്റെല്ലാ മക്കൾക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. അതിലേറെ എൻ്റെ മകനോട്